നമസ്കാരം. ദേവസൈനയിലേക്കും ക്ഷേത്ര ഐതിഹ്യത്തിന്റെ പുതിയൊരു പങ്ക്തിയായ പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിലേക്കും ഏവർക്കും സ്വാഗതം. കൊല്ലം ജില്ലയിലെ പരവൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് പുറ്റിങ്ങൽ ദേവീക്ഷേത്രം. ആദിപരാശക്തിയായ ശ്രീ ഭദ്രകാളിയാണ് മുഖ്യപ്രതിഷ്ഠ. ഭഗവതി ഉറുമ്പിൻ പുറ്റിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം. അതിനാലാണ് ആ ക്ഷേത്രത്തിന് പുറ്റിങ്ങൽ ദേവീക്ഷേത്രം എന്ന പേര് ലഭിച്ചത്. മീനമാസത്തിലെ ഭരണി നാളിലാണ് ക്ഷേത്രത്തിലെ ഉത്സവം. ഉത്സവത്തോടനുബന്ധിച്ച് അശ്വതി വിളക്ക്, കഥകളി, കമ്പടികളി, മരമെടുപ്പ് എന്നിവയോടൊപ്പം വർണ്ണമനോഹരമായ വെടിക്കെട്ടും നടത്താറുണ്ട്. വൃശ്ചികം 21 മുതൽ ഉത്സവ ദിനം വരെ തോറ്റംപാട്ട് നടത്തുന്നു. തുലാമാസത്തിലെ നവരാത്രിയും നവരാത്രിയോടനുബന്ധിച്ചുള്ള വിദ്യാരംഭവും പ്രധാനമാണ്. ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. പുറ്റിങ്ങൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം നൂറ്റാണ്ടുകൾക്ക് മുൻപ് കാവുകളും കാടുകളും നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു. ഒരിക്കൽ ഭദ്രകാളിയും പരിവാരങ്ങളും ഒരു യാത്ര പോകുന്ന വേളയിൽ ഇവിടെ എത്തിച്ചേർന്നു. ദാഹം തോന്നിയ ഭഗവതി പ്രസ്തുത സമയത്ത് ഇവിടെ തെങ്ങിൽ കയറിക്കൊണ്ടിരുന്ന ഒരു ഈഴവ സമുദായക്കാരനെ കാണുകയും കുടിക്കുവാനായി കരിക്ക് ആവശ്യപ്പെടുകയും തുടർന്ന് അദ്ദേഹം കരിക്ക് വെട്ടി ഇവർക്കെല്ലാം നൽകുകയും ചെയ്തു. അവർ അത് കുടിച്ച് ദാഹം ശമിപ്പിക്കുകയും ചെയ്തു. പക്ഷേ പുറ്റിങ്ങൽ ദേവിക്ക് കരിക്ക് നൽകിയ സമയത്ത് അത് പൊട്ടിപ്പോവുകയും എന്നിട്ടും ഭഗവതി അത് വാങ്ങി കുടിക്കുകയും ചെയ്തു. അതിനാൽ തന്നെ ദേവിയുടെ ഇഷ്ട നിവേദ്യം കരിക്കാണ്. പിന്നീട് ഭഗവതി ഇവിടെ തന്നെയുള്ള ഒരു മൺപുറ്റിൽ വസിക്കുകയും ചെയ്തു. കുറെ കാലങ്ങൾക്ക് ശേഷം ഇവിടെ പുല്ല് അരിഞ്ഞുകൊണ്ടിരുന്ന ഒരു കുറവ സമുദായത്തിൽപ്പെട്ട സ്ത്രീയുടെ അരിവാൾ ഈ പുറ്റിൽ കൊള്ളുകയും മൺപുറ്റ് മുറിഞ്ഞ് രക്തം വാർന്നു വരികയും ചെയ്തു. ഇത് കണ്ട് ഭയന്ന് നിലവിളിച്ചോടിയ അവർ അടുത്തുള്ള മൂപ്പൻ്റഴികം എന്ന ഈഴവ കുടുംബത്തെ വിവരമറിയിക്കുകയും ചെയ്തു. ആ വീട്ടിലെ കാരണവർ അപ്പോൾ തന്നെ മൺപുറ്റ് നിൽക്കുന്ന സ്ഥലം വന്ന് കാണുകയും ഐത്താചാരം നിലനിന്നിരുന്ന കാലമായിരുന്നതിനാൽ സമീപ പ്രദേശത്തെ നായർ തറവാടുകളിൽ വിവരമറിയിക്കുകയും ചെയ്തു. പിന്നീട് ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ ദേവപ്രശ്നം വെച്ച് ഭഗവതിയുടെ സാന്നിധ്യം മനസ്സിലാക്കുകയും ചെയ്തു. ദേവപ്രശ്നത്തിൽ പറഞ്ഞത് ഭഗവതിക്ക് പൂജ ചെയ്യേണ്ടത് ഈഴവ സമുദായത്തിൽപ്പെട്ടവർ ആയിരിക്കണമെന്നുമാണ്. അങ്ങനെ അക്കാലത്ത് മൂപ്പൻ്റഴികം കുടുംബത്തിലുള്ളവർ ഈ ക്ഷേത്രത്തിൽ ശാന്തി കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു പോന്നു. ക്ഷേത്രം ഉണ്ടായത് മുതൽ ഇപ്പോൾ വരെ ഈഴവർ തന്നെ പൂജ ചെയ്യണം എന്ന രീതി തുടർന്നു പോകുന്നു. തുടർന്ന് ക്ഷേത്രം പണിയുന്നതിനു വേണ്ടി കിളിമാനൂർ രാജാവ് ഏതാണ്ട് 60 ഏക്കറോളം ഭൂമി പതിച്ചു നൽകുകയും ഇവിടെ പുറ്റിങ്ങൽ ദേവീക്ഷേത്രം പണിയുകയും ചെയ്തു. പ്രതിഷ്ഠ വിധി പ്രകാരം ഇഴവൻ ആരാധിച്ച ഭഗവതിയെ പൂജിക്കേണ്ടത് ഈഴവ സമുദായത്തിൽപ്പെട്ടവർ തന്നെ ആയിരിക്കണമെന്നാണ്. അത് ക്ഷേത്രം ഉണ്ടായ കാലം മുതൽ നാളിതുവരെയും തുടർന്നു പോകുന്നു. ക്ഷേത്രം കണ്ടെടുത്തത് കുറവ സമുദായത്തിൽപ്പെട്ട സ്ത്രീ ആയതിനാലും പുലയർ, പറയർ, കുറവർ മുതലായ ഹൈന്ദവ സമുദായത്തിലെ എല്ലാവർക്കും ഈ ക്ഷേത്രത്തിൽ ഓരോരോ ആചാരങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദിമകാലങ്ങളിൽ മാതൃദായക്കാരായ പുരാതന ദ്രാവിഡ ഗോത്രങ്ങളുടെയും പിന്നീട് ശാക്തേയരുടെയും കാലക്രമേണ ഹൈന്ദവരുടെയും ആരാധനാമൂർത്തിയായി തീർന്ന ഭഗവതിയാണ് ഭദ്രകാളി അഥവാ മഹാകാളി അല്ലെങ്കിൽ ആദിശക്തി കാളി. ഭദ്ര ഭഗവതി, ചുരുക്കത്തിൽ ഭഗവതി എന്ന പേരുകളിൽ അറിയപ്പെടുന്നു. ഹൈന്ദവ ശാക്തേയ വിശ്വാസ പ്രകാരം ജഗദീശ്വരിയും പ്രപഞ്ചനാഥയുമായ ആദിപരാശക്തിയാണ് ഭദ്രകാളി എന്നറിയപ്പെടുന്നത്. ശാക്തേയ പാരമ്പര്യമുള്ള ഇടങ്ങളിൽ എല്ലാം ഭഗവതിയുടെ ആരാധന കാണാം. ഭദ്രമായ അല്ലെങ്കിൽ മംഗളമായ കാലത്തെ നൽകുന്നവൾ അല്ലെങ്കിൽ മംഗളകാരിണി എന്നതാണ് ഭദ്രകാളി എന്ന വാക്കിന്റെ അർത്ഥം. കാളി എന്നാൽ കാളുന്നവൾ, കറുത്തവൾ, രാത്രി, കാലത്തെ അല്ലെങ്കിൽ സമയത്തെ നിയന്ത്രിക്കുന്നവൾ, കാരുണ്യത്തിന്റെ ഭഗവതി എന്നൊക്കെ പല രീതിയിലും വിശേഷിപ്പിച്ച് കാണാറുണ്ട്. കറുത്ത നിറത്തോടുകൂടിയ ഈ ഭഗവതി കരിങ്കാളി എന്നും അറിയപ്പെടുന്നു. ദേവി മഹാത്മ്യത്തിൽ ഭുവനേശ്വരിയുടെ ഉഗ്രഭാവമായി ഭദ്രകാളിയെ ചിത്രീകരിച്ചിരിക്കുന്നു.
തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയമാണ് പരാശക്തി സങ്കല്പം. ദുഷ്ടരെ ശിക്ഷിക്കുകയും ശിഷ്ടരെ രക്ഷിക്കുകയും ചെയ്യുന്ന ഭദ്രകാളി സങ്കല്പം കേരളത്തിലും പ്രബലമാണ്. കേരളീയരുടെ കുലദൈവം ഭദ്രകാളി എന്ന ഭഗവതിയാണ്. കേരളത്തിൽ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും ചെറുതും വലുതുമായ ഭദ്രകാളി ക്ഷേത്രങ്ങളും കാവുകളും കാണാം. ദേശദൈവം, കുലദൈവം, കുടുംബദൈവം അല്ലെങ്കിൽ ധർമ്മദൈവം, ഇഷ്ടദൈവം തുടങ്ങിയ പല ഭാവങ്ങളിൽ ഭഗവതി ആരാധിക്കപ്പെടുന്നു. പ്രപഞ്ച സൃഷ്ടിയുടെ അടിസ്ഥാനം മഹാശക്തിയായ സ്ത്രീയാണ് എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ശാക്തേയർ ആദിപരാശക്തിയായ കാളിയെ ആരാധിച്ചു തുടങ്ങിയത്. ശാക്തേയ സമ്പ്രദായത്തിൽ സ്ത്രീക്ക് നൽകുന്ന പ്രാധാന്യം ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഭഗവതിയെ ആരാധിക്കുന്നവർ സ്ത്രീകളെ ബഹുമാനിക്കേണ്ടതുണ്ട് എന്നാണ് വിശ്വാസം. യാതൊരു കാരണവശാലും അവർ സ്ത്രീകളോട് മോശമായി പെരുമാറാൻ പാടില്ല എന്നാണ് ആചാരം. സ്ത്രീകൾ സന്തോഷിക്കുന്ന ഇടങ്ങളിൽ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നന്ദി, നമസ്കാരം.